ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം വായിക്കുന്നു. ഞങ്ങൾ മനുഷ്യരെ അല്ല, ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, മധുരം തുളുമ്പുന്ന തേൻമൊഴികളും മനസ്സുകളെ ആനന്ദിപ്പിക്കുന്ന മുഖസ്തുതികളുമായി കർത്താവിനു വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് അഭിമാനിക്കുന്ന അനേകരെ ക്രൈസ്തവ സമൂഹത്തിൽ കാണുവാൻ കഴിയും. സാധുക്കളെ പ്രീണിപ്പിച്ച് അവരിൽ നിന്ന് ആനുകൂല്യങ്ങൾ പിടിച്ചുപറ്റുകയും തങ്ങളുടെ സ്വാർത്ഥലാഭങ്ങൾക്കു വേണ്ടി ഇടർച്ചയും ഭിന്നതയും സൃഷ്ടിക്കുന്നതിനായി ചക്കരവാക്കും മുഖസ്തുതിയും പറയുകയും ചെയ്യുന്നവരെക്കുറിച്ച് റോമിലെ വിശ്വാസികൾക്ക് അപ്പോസ്തലൻ മുന്നറിയിപ്പ് നൽകുന്നു. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറിനെ ആകുന്നു സേവിക്കുന്നത്. ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങൾ അവർ വഞ്ചിക്കുകയും ചെയ്യുന്നു. റോമർ 16:18. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രകാശനം തങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിധമായിരിക്കണം ഉപയുക്തമാക്കേണ്ടതെന്ന് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു. പാപത്തിനും അന്യായത്തിനും അനീതിക്കുമെതിരെ ഒരു ദൈവപൈതൽ സംസാരിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. മനുഷ്യരുടെ സ്നേഹം സമ്പാദിക്കുവാനും നിലനിർത്തുവാനും പാപത്തെ അനുകൂലിച്ചും പാപത്തോട് വിട്ടുവീഴ്ച ചെയ്തും സംസാരിക്കുന്ന ഒരുവന് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ഉദരപൂരണത്തിനു വേണ്ടി ദൈവവചനത്തെ വളച്ചൊടിക്കുകയും സ്വന്തം വ്യാഖ്യാനങ്ങൾ നൽകി സാധുക്കളെ ചക്കരവാക്കുകൾ പറഞ്ഞാകർഷിക്കുകയും ചെയ്യുന്നവർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. മാനുഷ്യപ്രീതി ആർജിക്കുവാനും നിലനിർത്തുവാനുമായി സത്യത്തിനെതിരായി ഒത്തുതീർപ്പിനും വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നവർക്ക് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. സഹോദര, സഹോദരി, ദൈവത്തിന് പ്രസാദകരമായ രീതിയിലാണോ നീ സംസാരിക്കുന്നത്? നിന്റെ വ്യക്തിപരമായ ലാഭങ്ങൾക്കു വേണ്ടി മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനായി നീ സംസാരിക്കാറുണ്ടോ? എങ്കിൽ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന കർത്താവ് നിന്റെ സംസാരങ്ങൾ ശ്രദ്ധിക്കുന്നുവെന്ന് ഇനിയുമെങ്കിലും നീ ഓർക്കുമോ? നിന്റെ സംസാരം ദൈവസന്നിധിയിൽ പ്രസാദകരമാക്കുവാൻ നീ ശ്രദ്ധിക്കുമോ? ഇന്നെൻ വഴികളും മൊഴികളും മുറ്റും അങ്ങേ മഹത്വത്തിനായിടുവാൻ. ഇന്നെൻ വഴികളും മൊഴികളും മുറ്റും അങ്ങേ മഹത്വത്തിനായിടുവാൻ. കൂട്ടാളിയായെന്നും എന്നിൽ വസിക്കണം പ്രാണപ്രിയ പൊന്നേശുനാഥ. കൂട്ടാളിയായെന്നും എന്നിൽ വസിക്കണം പ്രാണപ്രിയ പൊന്നേശുനാഥ. നാൾ തോറുമേളയെ നന്മയാൽ നടത്തുന്ന എൻ ദൈവമേ, എൻ പൊന്നുതാതാ, സ്തോത്രങ്ങൾ സ്തോത്രങ്ങൾ പാടുന്നു ഞാനെന്ന് എൻ ദൈവമേ നിൻ സ്നേഹത്തിനായി. സ്തോത്രങ്ങൾ സ്തോത്രങ്ങൾ പാടുന്നു ഞാനെന്നും എൻ ദൈവമേ